നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. രത്തൻ ടാറ്റ എന്നറിയപ്പെടുന്ന രത്തൻ നേവൽ ടാറ്റ വ്യവസായിയും സംരംഭകനും ടാറ്റ സൺസ് എമിറേറ്റസ് ചെയർമാനുമായ അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പ്രശസ്തനാണ്. 1937 നവംബർ 28 ജനിച്ച അദ്ദേഹത്തെ വളർത്തിയത് മുത്തശ്ശി നവാജ് ഭായ് ടാറ്റയാണ്. രാഷ്ട്ര നിർമ്മാണത്തിനായുള്ള അളവറ്റ സംഭാവനകൾ പരിഗണിച്ച് പത്മഭൂഷൺ എന്നിവ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പിന്റെ സ്ഥാപകൻ ജാംഷഡ്ജി ടാറ്റ രത്തൻ ടാറ്റയുടെ മുതുമുത്തച്ഛനാണ്. 1948 അദ്ദേഹത്തിന് 10 വയസ്സുള്ളപ്പോൾ മാതാപിതാക്കൾ വേർപിരിഞ്ഞു. അവിവാഹിതനാണ് രത്തൻ ടാറ്റ. 3-4 തവണ അദ്ദേഹത്തിന് വിവാഹം അടുത്തെത്തിയെങ്കിലും പല കാരണങ്ങളാൽ വിവാഹം കഴിക്കാൻ കഴിഞ്ഞില്ല. ലോസ് ഏഞ്ചലസിൽ ജോലി ചെയ്യുന്നതിനിടയിൽ ഒരു പെൺകുട്ടിയുമായി പ്രണയമുണ്ടായിരുന്നതായി അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 1962 ഇന്ത്യ ചൈന യുദ്ധം മൂലം പെൺകുട്ടിയെ ഇന്ത്യയിലേക്ക് അയക്കുന്നതിനെ മാതാപിതാക്കൾ എതിർത്തിരുന്നു. അതിനുശേഷം രത്തൻ ടാറ്റ വിവാഹത്തെക്കുറിച്ച് ആലോചിച്ചതേയില്ല. 1961 അദ്ദേഹം ടാറ്റ ഗ്രൂപ്പിലെ കരിയർ ആരംഭിച്ചത്. ടാറ്റ സ്റ്റീലിന്റെ ഷോപ്പ് ഫ്ലോറിലായിരുന്നു അദ്ദേഹം ആദ്യം നിയമിതനായത്. രത്തൻ ടാറ്റയുടെ നേതൃത്വത്തിലാണ് ആംഗ്ലോ ഡച്ച് സ്റ്റീൽ നിർമ്മാതാക്കളായ കോറസ്, ബ്രിട്ടീഷ് ഓട്ടോമോട്ടീവ് കമ്പനിയായ ജാഗർ ലാൻഡ് റോവർ, ബ്രിട്ടീഷ് ടീ കമ്പനിയായ ടെറ്റ്ലി എന്നിവയുമായി ടാറ്റ ഗ്രൂപ്പ് ലയിച്ചത്. 2009 ഇന്ത്യയിലെ ഇടത്തരക്കാർക്ക് താങ്ങാൻ കഴിയുന്ന ഏറ്റവും വില കുറഞ്ഞ കാർ എന്ന ആശയവുമായി രംഗത്തെത്തിയത്. ഒടുവിൽ 1 ലക്ഷം രൂപയ്ക്ക് ടാറ്റ നാനോ പുറത്തിറക്കുകയും ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തനത്തിനും അദ്ദേഹം പ്രശസ്തനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ബിരുദ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിനായി കാർണൽ സർവകലാശാലയിൽ $28 മില്യൺ ടാറ്റ സ്കോളർഷിപ്പ് ആരംഭിച്ചു. ജാംഷഡ്ജി ടാറ്റയുടെ കാലം മുതൽ മഴക്കാലത്ത് തെരുവുനായ്ക്കളെ സംരക്ഷിക്കുന്ന ചരിത്രമാണ് ബോംബെ ഹൗസിനുള്ളത്. രത്തൻ ടാറ്റയും ഇതേ പാരമ്പര്യത്തിന്റെ സൂക്ഷിപ്പുകാരനാണ്. അദ്ദേഹത്തിന്റെ ബോംബെ ഹൗസിൽ തെരുവുനായ്ക്കൾക്കായി ഒരു കെന്നൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ കെന്നലിൽ ഭക്ഷണം, വെള്ളം, കളിപ്പാട്ടങ്ങൾ, കളിസ്ഥലം എന്നിവ സജ്ജീകരിച്ചിട്ടുണ്ട്.